സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ചോദ്യമുനയിൽ. കടകംപള്ളിയുടെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും SIT ചോദ്യം ചെയ്തു. ശനിയാഴ്ച നടന്ന ചോദ്യം ചെയ്യലിൽ കടകംപള്ളിയുടെ മൊഴിയിലെ നിർണായക വിവരങ്ങളും റിപ്പോർട്ടറിന് ലഭിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം നിഷേധിച്ച കടകംപള്ളി സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടില്ലെന്നും SITയോട് പറഞ്ഞു. ദേവസ്വം ബോർഡിനെ പഴിചാരിയ കടകംപള്ളി സർക്കാരിലേക്ക് ഒരപേക്ഷയും വന്നിട്ടില്ലെന്നും തീരുമാനങ്ങളെല്ലാം എടുത്തത് ദേവസ്വം ബോർഡാണെന്നും മൊഴി നൽകി. ചോദ്യം ചെയ്യൽ കടകംപള്ളിയും PS പ്രശാന്തും സ്ഥിരീകരിച്ചു. ഒരു സമാധാനമായിട്ട് ചോദിക്കുക, ഇങ്ങനെ ഇത്രയും ബഹളം ഉണ്ടാക്കണ്ട. ഒന്ന് സമാധാനമായിട്ട് ചോദിക്കുക. നിങ്ങൾ ഇനി ഞാൻ സമാധാനമായിട്ട് ചോദിക്കുമെന്ന് പറയുന്നത് തന്നെ നിങ്ങൾ അതായിരിക്കും എടുത്ത് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾ 2019 ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. താങ്കളുടെ പേരാണല്ലോ ആദ്യം വരുന്നത്, അതായത് ഒരു പത്മകുമാർ അടക്കമുള്ള പറയുന്നത് താങ്കളുടെ പേരാണ്, അതുകൊണ്ടാണ് മറുപടി. ഇത് കടകംപള്ളിയുടെ പ്രതികരണമായിരുന്നു. നമ്മൾ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. ഹരിമോഹനും K സജീഷും ചേരുകയാണ്. ആദ്യം ഹരിമോഹനിലേക്ക്. ഹരിമോഹൻ, നിർണായകമായി തന്നെ ചോദ്യം ചെയ്യൽ. SIT ഓഫീസിന് പുറത്ത് 2 മണിക്കൂറോളം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്ര സമയം നീണ്ട ചോദ്യം ചെയ്യലിൽ നേരിട്ട ചോദ്യങ്ങൾക്ക് കടകംപള്ളി മറുപടി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. നമുക്ക് ഏറ്റവും ഒടുവിലായി മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത് എല്ലാ തീരുമാനങ്ങളും എടുത്തത് ദേവസ്വം ബോർഡാണ്, തനിക്കൊന്നും അറിയില്ല എന്നാണോ? അപ്പോൾ കടകംപള്ളി ആരായിരുന്നു? ദേവസ്വം മന്ത്രിയായിരുന്നില്ലേ? അങ്ങനെ അങ്ങ് പറഞ്ഞൊഴിയാൻ പറ്റുന്ന സാഹചര്യമാണോ ഉള്ളത്? SITയുടെ നീക്കം എങ്ങനെയാണ്? എങ്ങനെ കടകംപള്ളിയിലേക്ക് എത്തി? കടകംപള്ളി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. റോഷ്നി, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി വിമർശനങ്ങളൊക്കെ വന്നു. അതിനുശേഷം ഉന്നതരിലേക്ക് പോകണം എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങളും ഉണ്ടായി. പക്ഷേ SITയുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെയുള്ള നീക്കം എന്ന് പറയുന്നത് വളരെ മന്ദഗതിയിലായിരുന്നു, അല്ലെങ്കിൽ ആ കാലത്തുള്ള നീക്കം എന്ന് പറയുന്നത് മന്ദഗതിയിലായിരുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷം അതിവേഗത്തിൽ നടപടിക്രമങ്ങളിലേക്ക് കടന്നത്. ആദ്യം പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും അറസ്റ്റ് ഉണ്ടാകുന്നു. ദേവസ്വം ബോർഡ് ഭരണസമിതിയിലെ അംഗമായിരുന്ന 2019 പത്മകുമാറിന്റെ ഭരണസമിതിയിലെ അംഗമായിരുന്ന വിജയകുമാറിന്റെ അറസ്റ്റിലേക്ക് കടക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് 2019 ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് ദേവസ്വം മന്ത്രിസ്ഥാനത്തേറുന്ന കടകംപള്ളി സുരേന്ദ്രനെയും തൊട്ടു മുൻപത്തെ, അതായത് 2025 ഈ വർഷം വരെ കാലയളവുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെ കൂടി ചോദ്യം ചെയ്തിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള നീക്കം SIT നടത്തുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിലേക്ക്, അല്ലെങ്കിൽ നിർണായകമായ മൊഴിയെടുക്കുന്നതിലേക്ക് SITയെ നയിച്ചത് എന്താണെന്നുള്ളതാണ്. ആ നയിച്ചതിന്റെ പ്രധാന കാരണം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന A പത്മകുമാർ നൽകിയിട്ടുള്ള മൊഴിയാണ്. പത്മകുമാർ പറഞ്ഞ നിർണായകമായിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിനെ അല്ല ആദ്യം സമീപിച്ചത്. ഈ ദ്വാരപാലക പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള അനുമതിക്ക് വേണ്ടി ഒരു കത്ത്, ഒരു അപേക്ഷ ദേവസ്വം വകുപ്പിന് നൽകുകയായിരുന്നു ചെയ്തത്. അന്ന് ദേവസ്വം വകുപ്പിന്റെ തലപ്പത്തുണ്ടായിരുന്നത് മന്ത്രി ആയിരുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. അവിടെ നിന്ന് ഇതിൽ ആലോചിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിർദ്ദേശവും നൽകിക്കൊണ്ട് ആ അപേക്ഷ ദേവസ്വം ബോർഡിലേക്ക് നൽകുകയായിരുന്നു. തുടർന്നാണ് ആ ദേവസ്വം വകുപ്പിൽ നിന്ന് ലഭിച്ച അനുമതിയിന്മേൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഫയൽ നീക്കം ആരംഭിക്കുന്നത്. അതാണ് പിന്നീട് ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽ എത്തിച്ചേരുന്നത് എന്നുള്ളതായിരുന്നു പത്മകുമാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു പ്രധാന കാര്യം. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണാപഹരണത്തിന് വേണ്ടിയുള്ള എല്ലാ വഴികളും സാധ്യതകളും തുറന്നിട്ട് കൊടുത്തത് ആ അപേക്ഷയായിരുന്നു എന്നുള്ളതാണ് പത്മകുമാർ പറഞ്ഞതിന്റെ ചുരുക്കം. അന്നു മുതൽക്കാണ് കടകംപള്ളി സുരേന്ദ്രൻ ഒരു റഡാറിലേക്ക്, SITയുടെ റഡാറിലേക്ക് വന്നത്. പക്ഷേ ചോദ്യം ചെയ്യൽ ഇത്ര ദിവസവും നീളുകയായിരുന്നു. ആദ്യ കാലയളവിൽ ഒന്നും തന്നെ, അതായത് അന്വേഷണത്തിന്റെ ആദ്യ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തില്ല. ഇപ്പോൾ ആ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസം, അതായത് ശനിയാഴ്ച ആ ചോദ്യം ചെയ്യൽ നടന്നിരിക്കുന്നു. ഏകദേശം ഒരു 3-3.5 മണിക്കൂറോളം നേരം കടകംപള്ളിയുടെ അടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം നേരിട്ടെത്തിക്കൊണ്ടാണ് ആ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കെല്ലാം തന്നെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആരോപണങ്ങളെല്ലാം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ തള്ളിക്കളയുകയാണ്. അതിൽ ആദ്യത്തേത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുണ്ടായിരുന്ന ബന്ധം, അതൊരു സൗഹൃദം എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപാട്
ഇടപാടുകൾ ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് ശബരിമലയിലെ ഒരു സ്പോൺസറാണ്, ഒരു ഭക്തനാണ്, സ്പോൺസറായി വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ആളാണ്. അങ്ങനെ ഒരാൾ എന്നുള്ള നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് താൻ മുഖം കൊടുത്തിട്ടുണ്ട്. തന്റെ അടുത്ത് പലപ്പോഴും കൂടിക്കാഴ്ചക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഒറ്റയ്ക്കായിരുന്നില്ല. പലയിടങ്ങളിൽ വെച്ച് തങ്ങൾ കണ്ടത് മറ്റുള്ള ആളുകളോടൊപ്പം അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യത്തിലായിരുന്നു എന്നുള്ള മൊഴിയാണ് കടകംപള്ളി സുരേന്ദ്രൻ നൽകിയത്. അതായത് ഒരു അസ്വാഭാവികതയും ദുരൂഹതയും തങ്ങളുടെ കൂടിക്കാഴ്ചകളിലൊന്നും ഇല്ല എന്നുകൂടി പറയുന്നു. മാത്രമല്ല ദേവസ്വം വകുപ്പിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു അപേക്ഷ നൽകിയിരുന്നോ എന്നുള്ള ചോദ്യത്തിന് അങ്ങനെ ഒരു അപേക്ഷ താൻ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു നടപടികളിലേക്കും ദേവസ്വം വകുപ്പ് കടന്നിട്ടില്ല എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത്. തന്നോട് ഇങ്ങനെ ഒരു അപേക്ഷ ഉള്ളതായി ദേവസ്വം സെക്രട്ടറിയോ അല്ലെങ്കിൽ തന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു അപേക്ഷ ഉള്ളതായോ തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം തന്നെയാണ് ഇതെന്നുള്ള ഒരു നിലപാടിൽ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഉറച്ചു നിന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവസ്വം ബോർഡ് എടുക്കുന്ന ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ, അതായത് കാലപ്പഴക്കം ചെന്ന ഉരുപ്പടികൾ സ്വർണം പൂശുന്നതോ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതോ ആയിട്ടുള്ള തീരുമാനങ്ങൾ, അല്ലെങ്കിൽ സന്നിധാനവുമായി ബന്ധപ്പെട്ട മറ്റ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നം വരുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണെങ്കിൽ മാത്രമാണ് ദേവസ്വം വകുപ്പിലേക്ക് അത് പിന്നീട് കൈമാറാറുള്ളത്. പക്ഷേ ഇത്തരം തീരുമാനങ്ങളെല്ലാം ദേവസ്വം ബോർഡ് ഭരണസമിതി എടുക്കുകയാണ്. ദേവസ്വം ഉദ്യോഗസ്ഥർ അതിന്റെ തുടർ നടപടികൾ ചെയ്യുകയാണ്. തനിക്ക് അതിനകത്ത് പങ്കില്ല, അല്ലെങ്കിൽ ദേവസ്വം വകുപ്പിലെ ആരും തന്നെ അതിൽ ഇടപെട്ടിട്ടുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. അതായത് ദേവസ്വം ബോർഡ് ഭരണസമിതിയെ പൂർണ്ണമായിട്ടും പഴിചാരിക്കൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രൻ മൊഴി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളായിട്ടുള്ള ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ, വിജയകുമാർ, ശങ്കർദാസ് ഇവരടങ്ങുന്ന ഭരണസമിതി എടുത്ത ഒരു തീരുമാനം, ആ തീരുമാനത്തിൽ കൈകടത്താൻ താൻ ഇതുവരെ നിന്നിട്ടില്ല. എല്ലാം ദേവസ്വം ബോർഡ് ഭരണസമിതി ദേവസ്വം വകുപ്പിനെ അറിയിക്കണമെന്ന ഒരു നിർബന്ധവും ദേവസ്വം മാനുവലിൽ അടക്കമില്ല. അത് ദേവസ്വം ബോർഡ് ഭരണസമിതി സ്വതന്ത്രമായിട്ട് തന്നെ എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അത് അവരെടുത്തതാവാം. തനിക്ക് ഇതേക്കുറിച്ച് കൃത്യമായി അറിയില്ല. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്ക് ചില സംഭാവനകൾ നൽകിയിട്ടുണ്ട്. MLA എന്നുള്ള നിലയിൽ, ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ചില സംഭാവനകൾ തന്റെ മണ്ഡലത്തിനൊക്കെ വേണ്ടി നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. ആ ആരോപണം നിഷേധിക്കുകയാണ്. ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും തനിക്ക് താനുമായിട്ട് നടത്തിയിട്ടില്ല, തനിക്ക് അങ്ങനെ പണവും ലഭിച്ചിട്ടില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനിയിപ്പോൾ ആ മൊഴി വിശദമായിട്ട് പരിശോധിച്ചുകൊണ്ടാണ് ഒരു തീരുമാനമെടുക്കേണ്ടത്. രണ്ടാമത്തെയാൾ, അതായത് ശനിയാഴ്ച തന്നെയാണ് രണ്ടാമത്തെ മൊഴിയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു 2-2.5 മണിക്കൂർ PS പ്രശാന്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ നിർണായകമായിട്ടുള്ള ഒരു മൊഴി എടുപ്പ് തന്നെയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതിൽ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും പ്രശാന്തിന്റെ കാര്യത്തിൽ SIT പറയുന്നത് ആവശ്യം വന്നാൽ വീണ്ടും വിളിപ്പിക്കും എന്നുള്ളത് തന്നെയാണ്. ഓക്കെ.